ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളെ ചൈനീസ് ബോൾസം പ്ലാന്റ് പിടിച്ച് കിട്ടാത്തവർക്ക് ഇങ്ങനെ ഞാൻ ചെയ്യുന്നത് പോലെ ഒന്ന് പോട്ട് ചെയ്ത് നോക്കണേ. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലതായിട്ട് പിടിച്ച് കിട്ടും. നല്ല ബുഷിയായിട്ട് നന്നായിട്ട് വളരുവേ. നമ്മളെ ചൈനീസ് ബോൾസം മഴയൊക്കെ ആയതുകൊണ്ട് ഫ്ലവർ ഇപ്പോൾ കുറവാണേ. എന്നാലും പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് നന്നായിട്ട് ഇരിപ്പുണ്ട്. അപ്പം ഞാൻ ഇങ്ങനെ നടാറുണ്ട്. ഇങ്ങനെ നടുമ്പോൾ നമുക്ക് പെട്ടെന്ന് നല്ല ബുഷിയായിട്ട് നല്ലതായിട്ട് വരും. ചീഞ്ഞു പോവാതെ ഒരുപാട് പേർക്ക് ചീഞ്ഞു പോകണമെന്ന് പറയണം. ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ലതായിട്ട് കിട്ടും. അത് ഞാൻ ചെയ്യുന്ന രീതി ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാമേ. അപ്പോൾ ഇത് ഗ്രോ ബാഗാണേ. ഇതിൽ നിന്ന് 1/4 ഭാഗം കരിയില എടുത്തിട്ടുണ്ട്. ഉണക്ക കരിയില നമ്മൾ അടിച്ചു വരുന്ന കരിയിലയും ചപ്പുചവറും എല്ലാം ഉണ്ട്. ഇതെല്ലാം കൂടെ ഒരു 1/4 ഭാഗം ഇതെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് നല്ല ലൂസായിട്ടുള്ള മണ്ണാണ്. ഇതിൽ മണ്ണുണ്ട്, മണലുണ്ട്, ചാണകപ്പൊടി ഒരുപാട് ഇട്ടിട്ടില്ല, കുറച്ചേ ഇട്ടിട്ടുള്ളൂ. പിന്നെ സാഫും കൂടി ചേർത്തിട്ടുണ്ട്. ഇത് ഇത്രയും നല്ല മിക്സ് ചെയ്ത് നന്നായിട്ട് വെച്ചിട്ടുള്ളതാണ്. ഇതിന് നമുക്കിനി കുറച്ച് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതങ്ങനെ കുറേ മണ്ണിടണം. അതിൻ്റെ മുകളിൽ വീണ്ടും കുറേ കൂടെ ഇത് കണ്ട കരിയില, ഈ കരിയില ഇടണം. അപ്പം നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് വെയിറ്റ് കുറവായിരിക്കും. ഗ്രോ ബാഗ് നമുക്ക് എവിടെ വേണമെങ്കിലും എടുത്ത് കൊണ്ടുപോകാനും എടുത്ത് മാറ്റി വയ്ക്കാനും പറ്റുകയും ചെയ്യും. ചെടി നല്ല ചട്ടിയിൽ വയ്ക്കണേക്കാളും ഇങ്ങനെ വയ്ക്കുമ്പോൾ നല്ല ബുഷിയായിട്ടും നല്ലതായിട്ട് വരണുണ്ടേ. പിന്നെ ഇത് നമുക്ക് കരിയില കെട്ടി വാരി വെച്ചിരുന്നു. അത് പൊടിഞ്ഞ് നല്ല ഒരു വളമായിട്ടുണ്ട്. ഇതും കൂടി ഈ ഇതിലോട്ട് ഇട്ട് കൊടുക്കണം. കുറേശ്ശെ ഇട്ട് നമുക്കിപ്പോൾ ഇങ്ങനെ നടുമ്പോൾ ഈ ചെടിക്ക് നല്ല തണുപ്പും കിട്ടും. ചെടി നല്ല ബുഷിയായിട്ട് നല്ലതായിട്ട് വരികയും ചെയ്യും. കൂട്ടുകാരെല്ലാവരും ഇങ്ങനെ ഒരിക്കൽ ഒന്ന് ഇങ്ങനെ ചെയ്ത് നോക്കണേ. ഇനി വീണ്ടും കുറച്ച് കരിയില ഇട്ട് കൊടുക്കണം. നമുക്ക് മഴ അങ്ങ് മാറുമല്ലോ. ഇപ്പോൾ മഴയാണെങ്കിലും വേനലാകുമ്പോൾ നമുക്ക് ഈ ചെടിക്ക് നല്ല തണുപ്പ് കിട്ടും. നല്ല തണുപ്പ് വേണം ഈ ചെടിക്ക്. എന്നിട്ട് വീണ്ടും പഴയതുപോലെ മണ്ണ് കുറേ നമുക്ക് ഇട്ട് കൊടുക്കാം. പറയാൻ വിട്ടുപോയി, ഇതിൽ നമ്മൾ ചകിരിച്ചോറുകൂടെ ഇട്ടിട്ടുണ്ട്. അതും കൂടെ മണ്ണിളക്കത്തിനും തണുപ്പിനും കൂടെ അതും കുറച്ചൊന്ന് ചേർത്തിട്ടുണ്ട്. ഈ മിക്സറിൽ അതും കൂടി ഇട്ടിട്ടാണ് നമ്മൾ എടുത്തിട്ടുള്ള. ഇതും അടുത്തത് ഈ കമ്പോസ്റ്റ് കരിയില വളമാണ്. ഇത് നല്ല പൊടിഞ്ഞ് നല്ല വളമായിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ മാറ്റി പിടിപ്പിച്ചിട്ട് വെച്ച പ്ലാന്റാണ്. എന്താ മണലിൽ വെറുതെ ഒന്ന് കുത്തി വെച്ചിട്ടുള്ളൂ. നല്ല ഹെൽത്തി ആയിട്ട് നല്ല പ്ലാന്റ് ആയിട്ടുണ്ട്. 3 ഈ ഗ്രോ ബാഗിൽ വെച്ച് കൊടുക്കാമെന്നാണ് വിചാരിക്കണത്. ഇതെല്ലാം ഇതിനകത്ത് തൊട്ട് നമ്മൾ ഇറക്കി വെച്ചിട്ടുണ്ട്. കണ്ടറിയാം, എല്ലാം മണലിൽ ആണ് നമ്മൾ പിടിപ്പിച്ചത്. എല്ലാം നല്ല നിറയെ നല്ല റൂട്ട് നന്നായിട്ട് വന്നിട്ടുള്ള പ്ലാന്റാണേ. എല്ലാം വെച്ചിട്ടുണ്ട്. ഇനി ഈ ഒരു ഇതിനെ പകുതി വെച്ചാൽ കുറച്ച് കട്ട് ചെയ്തങ്ങ് എടുത്ത് മാറ്റി നമുക്ക് നടാം. എന്നിട്ട് ഇതിങ്ങനെ വെച്ചിട്ട് നമുക്ക് വീണ്ടും ഈ പോട്ട് മിക്സ് നിറച്ച് കൊടുക്കാം. ഈ പ്ലാന്റ് കയ്യിലുള്ളവരെല്ലാവരും ഇതുപോലെ കട്ടിങ് എടുത്തിട്ട് മഴ സമയത്ത് ഇപ്പോൾ പിടിപ്പിക്കാൻ നല്ലതാണ്. ഇത് ചെയ്ത് ഇങ്ങനെ വയ്ക്കണം. ഇനിയിപ്പോൾ വേനലാകുമ്പം നമുക്ക് ഇതുപോലെയൊക്കെ ചെയ്ത് വച്ചാലേ പ്ലാന്റ് പോവാതെ നിൽക്കുള്ളൂ. എത്ര വെയിലായാലും പെട്ടെന്നൊന്നും വാടിപ്പോവില്ല. ഇങ്ങനെ വയ്ക്കുമ്പം ചെടി നമ്മളെ നിന്ന് നഷ്ടപ്പെട്ടു പോവില്ല. അപ്പോൾ
ഇങ്ങനെ എല്ലാവരും ഒന്ന് ചെയ്ത് കൊടുക്കണേ. ദിവസമായിട്ടുള്ളതാകുമ്പോൾ നീർവാർച്ച നല്ലതായിട്ട് വെള്ളം വാർന്നു പോവുകയും ചെയ്യും. നമുക്കിത് ഈ ഗ്രോ ബാഗ് എവിടെ വേണമെങ്കിലും എടുത്ത് മാറ്റി വയ്ക്കുകയും ചെയ്യാം. ഞാൻ ഇതിൽ സാഫ് അല്പം ഇട്ടിട്ടുണ്ട് ഈ മണ്ണിൽ. ഇനി ഇടയ്ക്ക് ഒരാഴ്ച കഴിഞ്ഞിട്ട് നമുക്കിത് കൂടെ സാഫൊന്ന് ഇതിലൊഴിച്ച് കൊടുക്കാം. ഇനി ഈ പ്ലാന്റ് നല്ല പിടിച്ച് വന്നിട്ട് അടുത്ത് എന്താണ് വളം ചെയ്യണതെന്ന് ഞാൻ പറയാം. കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടമായ എല്ലാവർക്കും ഒന്ന് കൂടെ ഉള്ളവർക്കൊന്ന് ലൈക്ക് കമൻറ്റും ലൈക്കും ചെയ്യണം. ഒന്ന് ഷെയറും കൂടെ ചെയ്ത് കൊടുക്കണേ. കൂട്ടുകാർക്ക് എല്ലാവർക്കും നമ്മളെ ബോൾസം പ്ലാന്റ് ഇഷ്ടമായ അപ്പോൾ ഓക്കേ.